മുഅ്മിനീങ്ങളെ അക്രമം ചെയ്യുക എന്ന് പറയുന്നത് വലിയ മുസീബത്താണ്. അതുകൊണ്ടാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയുണ്ടല്ലോ സൂക്ഷിച്ച് ജീവിക്കണേ. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്കുള്ള പ്രത്യേകത എന്നറിയോ? ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്കുള്ള പ്രത്യേകത മുസ്തജാബുൽ, റബ്ബിന്റെ അടുക്കൽ ഉത്തരം കിട്ടാൻ കാരണമായി പോയി. അതുകൊണ്ട് തന്നെ വയത് കേൾക്കുന്ന മുസ്ലിമേ, ഒരാളോടും അക്രമം ചെയ്യാൻ പാടില്ല. ഒരാളോടും അക്രമം ചെയ്യാൻ പാടില്ല. സ്വന്തം മക്കളോടും അക്രമം ചെയ്യാൻ പാടില്ല. പാപ്പനോടും അക്രമം ചെയ്യാൻ പാടില്ല. വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, ഇത്രയും കാലം ആവശ്യമുള്ള എല്ലാ ചെലവിനും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്ന് ഓറ്റി വളർത്തിയ ബാപ്പയുണ്ടല്ലോ, ആ ബാപ്പ ഇഷ്ടപ്പെടാതെ, ബാപ്പ പൊരുത്തപ്പെടാതെ ഏതോ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ടല്ലോ. എന്റെ വേല കേൾക്കുന്ന പെങ്ങളെ, മുസ്ലിമിന് ഭൂഷണമല്ല. ബാപ്പനോട് അക്രമം ചെയ്ത ബാപ്പാക്കന്റെ ദുആക്ക് ഇജാബത്താണ്. ബാപ്പ മദ്ലൂമായാൽ ആ ബാപ്പന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഇരട്ടി പവറായി പോയി. മക്കളോട് അക്രമം ചെയ്യാൻ പറ്റുമോ? അതും പറ്റൂല. മക്കളോടും അക്രമം ചെയ്യാൻ പാടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് പറയുന്നത് കേട്ടു. അയാൾ പെണ്ണ് കാണാൻ പോയി. ആര് പറഞ്ഞിട്ടാ പെണ്ണ് കാണാൻ പോയത്? പാപ്പ പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ പോയത്. പെങ്ങന്മാര് പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ പോയത്. അതുപോലെ അവരൊക്കെ പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ പോയത്. പെണ്ണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെങ്ങന്മാരൊക്കെ പുതിയാപ്പിളക്ക് പകരം പിന്നെ കാണാൻ വേണ്ടി പോയി. ആദ്യം പുതിയാപ്പിള കണ്ട മിഠായി കൊടുത്ത് തിരിച്ചു വന്നതാണ്. പെങ്ങന്മാര് പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിനക്ക് പറ്റിയ പെണ്ണല്ല, നിന്റെ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് അവളെ കെട്ടാൻ പറ്റൂല. അപ്പൊ ഇവ പറയാണ്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ കണ്ടത്, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് അവളെ തന്നെ മതി. അപ്പൊ ഈ പെങ്ങന്മാര് പറയാണ്, അത് പറ്റൂല, അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞങ്ങള് കല്യാണത്തിന് പങ്കെടുക്കൂല. ഓ എന്റെ വയൽ കേൾക്കുന്ന ഉപ്പ, എന്തിനാ പിന്നെ ഈ അന്യപുരുഷനെ നീ പെണ്ണ് കാണാനേച്ചത്? പെണ്ണ് കണ്ടിട്ട് പോയാ മതിയായില്ലായിരുന്നു. ആദ്യം അതുപോലെയുള്ള കാണേണ്ടവരെ കണ്ടിട്ട് കണ്ടാ മതിയില്ലായിരുന്നു. അങ്ങനെയും നീ അക്രമം ചെയ്യാൻ പാടില്ല. പോയി കണ്ടിട്ട് അവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവൻ ഇഷ്ടപ്പെട്ടു വന്നതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതിന്റെ പേരിലോ, അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞതിന്റെ പേരിലോ കല്യാണം ഒഴിഞ്ഞിട്ട് ആ പുതിയാപ്പിളന്റെ മനസ്സ് വേദനിക്കുന്നു, ആ പെൺകുട്ടിയുടെ മനസ്സ് വേദനിക്കുന്ന സ്വഭാവം മുസ്ലിമേ പാടില്ല. അങ്ങനെ നീ നിന്റെ മക്കളോട് അക്രമം ചെയ്ത് ആ മക്കളെ ദുആക്കും ഇജാബത്താണ്. ഉമ്മാക്കൊക്കെ തീരുമാനിക്കാൻ അധികാരമില്ലേ? അധികാരമുണ്ടായിരുന്നു. അവൻ കാണുന്നതിന്റെ മുമ്പ് നിങ്ങൾ പോയി കണ്ടിട്ടാണ് പറഞ്ഞതെങ്കിൽ, അതിന്റെ മുമ്പാണ് തീരുമാനം പറഞ്ഞതെങ്കിൽ, നിങ്ങൾ പോയി കാണാൻ പറഞ്ഞ് നിങ്ങളെ പൊരുത്തവും വാങ്ങിയിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന സ്വഭാവക്കാരാകരുത്. അങ്ങനെ അവരെ മനസ്സ് വേദനിപ്പിക്കുന്നവരാകരുത്. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മക്കളോട് അക്രമം ചെയ്യാൻ പാടില്ല. മക്കള് ബാപ്പമാരോടും അക്രമം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ആരാനാണെങ്കിൽ പോലും പരിചയമില്ലാത്തവനാണെങ്കിൽ പോലും അക്രമം ചെയ്യാൻ പാടില്ല. മൃഗങ്ങളോട് പോലും കൃപ കാണിക്കണമെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. റഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തിന്റെ അധിപനായ എല്ലാ കാരുണ്യത്തിന്റെയും ഉടമയായ റബ്ബിന്റെ കാരുണ്യം വേണോ? കേൾക്കുന്ന മുസ്ലിമേ, യർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾക്ക് കാരുണ്യമുണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാരുണ്യവും ആ ഒരു സ്നേഹവും സമ്പാദിച്ചു ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് അവനിലേക്ക് ഭാരമേൽപ്പിച്ച് അവന്റെ തൃപ്തിയിൽ പ്രതീക്ഷിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണം, നമുക്ക് സാധിക്കണം. അല്ലാഹ് അതിന് കാരണമാകുന്ന മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെയും ഞങ്ങളെ സർവ്വ മജ്ലിസുകളെയും നീ കബൂലാക്കി തരണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർ, ചിലരുടെ ബാപ്പമാർ, ഉമ്മമാർ, അമ്മാമ്മമാർ, പാപ്പമാർ, സ്വന്തം ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കളൊക്കെ മരിച്ച് ഖബറിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹ് ആര് ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ടോ അവരൊക്കെ ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണം റഹ്മാനേ. ഖബറിൽ നീ വിശാലത നൽകണം റഹ്മാനേ. ജീവിതത്തിൽ അവരും ഞങ്ങളും ചെയ്ത എല്ലാ അമലുകളും നീ കബൂലാക്കി തരണം റഹ്മാനേ. അല്ലാഹ് ഇത് ഞങ്ങൾ
അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും മനസ്സിലാക്കിയതും കേട്ടതും എല്ലാം ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹ് പറയുന്നതൊന്ന് വേറെ, ജീവിക്കുന്നത് ജീവിതമൊന്ന് വേറെ. യഹൂദികളുടെ പണ്ഡിതന്മാരെ കുറിച്ച് നിന്റെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തി നശിപ്പിക്കരുത് റഹ്മാനെ. അത്തരം ആളുകളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തി നശിപ്പിക്കരുത് റഹ്മാനെ. പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അതിന് കാരണമാകുന്ന മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെയും ഞങ്ങളെ സർവ്വ മജ്ലിസുകളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹ് പല വിഷമങ്ങളും മനസ്സിൽ കരുതി ഞങ്ങളെ സദസ്സിലേക്ക് വന്നവരുണ്ട്. ഞങ്ങൾക്കാരുടെ വിഷമവും പരിഗണിക്കാനുള്ള കേൾപ്പില്ല, കഴിവില്ല. ഞങ്ങളെ പ്രശ്നങ്ങൾ പോലും ഞങ്ങൾ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാഹ്. എന്ത് പ്രയാസമുണ്ടോ, എന്ത് ബുദ്ധിമുട്ടുണ്ടോ, ഞങ്ങളെക്കാൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്ന റബ്ബ് നീയാണ് അല്ലാഹ്. എന്ത് രോഗം ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, നീ മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബേ, മാറാ രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് അല്ലാഹ്. ഈ കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ണ് നിറച്ച് 2 മക്കളും ഡയാലിസിസ് ചെയ്യാണ് ഉസ്താദേ, ദ്വാരക്കണം എന്ന് പറഞ്ഞ കക്ഷിയെ നിനക്കറിയാം. ആ മക്കളെ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെയോ നീ കിഡ്നി ഇല്ലാത്തവരാക്കരുത് അല്ലാഹ്.